അയോധ്യയിൽ നിന്നും ഇന്ന് ഞങ്ങൾ വാരണാസിയിലേക്ക് പോവുകയാണ്. അയോധ്യാധാം ജംഗ്ഷനിൽ നിന്നും 5:20-നുള്ള പാറ്റ്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ വാരണാസിയിലേക്ക് പോകുന്നത്. 5:20-നുള്ള ഈ ട്രെയിൻ വാരണാസിയിൽ 7:50 ആകുമ്പോൾ എത്തും. വന്ദേ ഭാരത് എക്സ്പ്രസ് എല്ലായിടത്തും ഒരുപോലെയാണെങ്കിലും ഇതിൽ കയറിയ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിനോടാണ്. നമ്മുടെ ട്രെയിൻ നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട്. As the chemicals they take us higher, the night's young. 7:50 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വാരണാസി ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റൽ. ബുക്ക് മൈ ട്രിപ്പ് എന്ന ആപ്പിലൂടെയാണ് ഞങ്ങൾ ഈ ഹോസ്റ്റൽ കണ്ടെത്തിയത്. ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ പേര് വാണ്ടർ സ്റ്റേഷൻ ഹോസ്റ്റൽ എന്നാണ്. ഹോസ്റ്റലിൽ നിന്നും ആളുകൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവർ ഞങ്ങളെ പിക്ക് ചെയ്യാനായി റോഡിൽ കാത്തു നിൽക്കുന്നുണ്ടാകും എന്ന് അറിയിച്ചു. ഈ ഓട്ടോ ചേട്ടൻ്റെ ഓട്ടോയിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഞങ്ങൾ കയറുന്നതിന് മുൻപായി പുള്ളി ഓട്ടോയൊക്കെ തോർത്തുപയോഗിച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്നും ഞങ്ങളെ അറിയിച്ച പ്രകാരം ആള് വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ബാഗ് തോളിലേറ്റി ഹോസ്റ്റലിലെ ആള് മുന്നേ നടക്കുകയാണ്. ആദ്യമായാണ് ഇങ്ങനെ ഒരു ലോകം കാണുന്നത്. ഇവിടെയുള്ള ഓരോ ഇടുങ്ങിയ വഴിയും ചെന്ന് അവസാനിക്കുന്നത് ഗംഗയുടെ തീരത്തേക്കാണ്. ഇവിടുത്തെ ഓരോ ഗലിയും നമുക്ക് കണ്ണിന് വിസ്മയമാണ്. ഓരോ ഇടവും കാഴ്ചയുടെ വിരുന്ന്. തീരെ ഇടുങ്ങിയ പീടികമുറികൾ. അവിടെ ഒന്നുകിൽ ചായ തിളയ്ക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ലസ്സി, ഇഡലി, സ്വീറ്റ്സ്, അങ്ങനെ നീണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഒരു ലോകം തന്നെയാണ് ഗലികൾ. ഇവർ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ലേ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന് എല്ലാവരും എന്തൊക്കെയോ കഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലെത്തി. എന്താ പറയുക, അതിമനോഹരമായി ഡിസൈൻ ചെയ്തതാണ് ഈ ഹോസ്റ്റൽ. കണ്ടപ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം തോന്നി. ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. ഞങ്ങളുടെ മുറി മുകളിലത്തെ നിലയിലാണ്. വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വാവ്! ഇനിയുള്ള 3 ദിവസങ്ങൾ ഇവിടെ താമസിക്കുന്നു എന്നോർത്ത് ഞങ്ങൾ രണ്ടുപേരും പല്ല് മുഴുവൻ കാണിച്ച് പരസ്പരം നോക്കി ചിരിച്ചു. She puts her hand in mine. We wanna chase the night, wanna dance to the light. ഭംഗിയായി ഡിസൈൻ ചെയ്ത മുറി. ചുമരിലെ ഈ ചിത്രമാണ് ഈ മുറിയുടെ അട്രാക്ഷൻ. വൃത്തിയുള്ള ടോയ്ലറ്റാണ്. പുറത്ത് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടവും ഒരു ചെറിയ ഊഞ്ഞാലും അറേഞ്ച് ചെയ്തിരിക്കുന്നു.
ഷെൽഫിൽ അത്യാവശ്യം ബുക്സും ഉണ്ട്. We lay awake in bed. The glass so loud as the hours. ഇവിടെ ടെറസിൽ ഒരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നാണ് ഇന്ന് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത്. ഫ്രഷായ ശേഷം ഞങ്ങൾ ടെറസിലെത്തി. ദാ ഞാൻ ആദ്യമായി ഗംഗയെ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയായപ്പം ഞാൻ ഓടി ടെറസിലെത്തി. ഇവിടെ 3 മണിയാകുമ്പം നേരം വെളുക്കുമെന്നാണ് പറയുന്നത്. അത് കാണാനായി ഓടിയെത്തിയതാണ്. ദാ ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഏകദേശം 15 മിനിറ്റ് ദൂരം നടക്കാനുണ്ട്. ഹോസ്റ്റലിൽ നിന്നും ഒരു 30 സെക്കൻഡ് ദൂരം നടന്നാൽ ഗംഗയുടെ തീരമെത്തി. re